ഇവരെ കൂടെ അഭിനയിക്കാൻ പറ്റാത്തതുകൊണ്ട് പല സീൻസും എനിക്ക് അറിയില്ല. അപ്പൊ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് സംഗീതയുടെ ഒക്കെ ഒരു പോർഷൻ ഒരു അതുകൊണ്ടല്ലേ എന്നെ പറ്റി എന്തോ നല്ലതാ പറയാൻ പോയി, അതുപോലെ ഞാൻ തടഞ്ഞു. ചോദിച്ചു നോക്കി, എനിക്ക് മനസ്സിലാവുള്ള കൊച്ചു മനസ്സിലാവുള്ള വെറുതെ നോക്കും മുഖത്തേക്ക്. ഈ സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ ലിജോയ്ക്ക് തോന്നുകയാണ് ഇത് എനിക്ക് ചെയ്താൽ കൊള്ളാം, ഇത് എനിക്ക് പറ്റിയ ഒരു കഥാപാത്രമാണ്, അങ്ങനെ തീരുമാനിക്കാൻ എന്തെങ്കിലും റീസൺ ഉണ്ടായിരുന്നു? അപ്പൊ വേണ്ടത് അതല്ല. അത് ഇവരൊക്കെ ആയിട്ട് ഒരുമിച്ച് ഇപ്പോഴല്ല അഭിനയിക്കുന്നത്. അഭിനയിച്ചിട്ടില്ലേ? അല്ല, ഇപ്പോഴാ കാണുമ്പോ അല്ലേ അഭിനയിച്ചിട്ടുണ്ടോ? അവാർഡല്ലോ. അപ്പുറം ഇപ്പുറം രണ്ടുപേരും സെൻട്രലിലേക്ക് അവാർഡ് നേടിയവരാണ് അല്ലേ? നമ്മളിത് എനിക്കുണ്ട്. അതല്ല, നിനക്ക് എനിക്ക് വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, എനിക്ക് യാത്രക്ക് കൊണ്ടുപോകാനൊക്കെ കേട്ടിട്ടുണ്ട്. ഞങ്ങളതല്ലാതെ ഇടയ്ക്ക് ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട്. ലിജാറ്റൊന്നും ഓടി വന്നിട്ട് പേടിക്കണ്ട. ചൂടാവും അപ്പൊ അവിടെ ആരും അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നെ. കുട്ടികളൊന്നും കിട്ടാതെപ്പോഴേക്കും ഇതെങ്ങനെയുണ്ട്? ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ. നമസ്കാരം. പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്കും സ്വാഗതം. സ്വാഗതം. താങ്ക് യു. എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് പറഞ്ഞു. ഒരു അതിഥിയല്ലേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ബേബി ഗേൾ ആരാണ്? കുഞ്ഞാണ്. ആരുടെ കുഞ്ഞ്? ഒറിജിനലി അഖിലിന്റെ കുഞ്ഞാണ്. ഒറിജിനൽ അഖിലിന്റെ കുഞ്ഞാണ്. മറ്റേത് പറയാൻ പറ്റില്ലോ. സിനിമ കണ്ട് വേണം തീരുമാനിക്കാം ആരുടെ കുഞ്ഞാന്ന്. സിനിമ ഉണ്ട്. ഒറിജിനൽ നമ്മുടെ അഖിലിന്റെ കുഞ്ഞാണ്. ബേബികൾ എന്ന് പറയുന്നത് ആക്ച്വലി സിനിമയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ പെൺകുട്ടികളും ബേബികൾ തന്നെയാണ്. അതന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സിനിമ. അതല്ലേ? അതിനാദ്യം തന്നെ അഖിലിനും അഖിലിന്റെ വൈഫിനും ഒരു ബിഗ് സല്യൂട്ട്. പിന്നെ തീർച്ചയായും ജനിച്ച ഉടൻ തന്നെ ആ ലൊക്കേഷനിൽ കൊണ്ടുതന്ന അല്ലേ, സല്യൂട്ട് തന്നെ കൊടുക്കണം. ഓരോ പേരൻസും കാണിക്കുന്ന സംഭവമല്ല, പക്ഷേ സിനിമയോടുള്ളൊരു ആത്മാർത്ഥയും സിനിമയോടുള്ള ഇഷ്ടവുമാണ് കുടുംബം കാണിക്കുന്നത്. എന്റെ കുഞ്ഞിനെ പോലും ഞാൻ കൊടുത്തിട്ടുണ്ടാവില്ല, അത് ഞാൻ സത്യം പറയാലോ. 100% നമ്മൾ അത് ചെയ്ത് വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല. ആ കുട്ടി ഇത്രയായി, ഇപ്പോൾ വളർന്ന് ഇത്രയായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആരുടെ കൂടെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ആ കുട്ടി ആരുടെ കൂടെ ഇരിക്കണമെന്ന് എനിക്കറിയില്ല. എല്ലാവരോടും ഒരേപോലെ സ്നേഹമായി ഇപ്പോൾ ആ കുട്ടിക്ക് എന്നാണ് കാണുന്നത്. ബേബി ഗേൾ സിനിമ തുടങ്ങുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന സബ്ജക്റ്റ് ഈ ഒരു കുട്ടിയെ എവിടെ നിന്ന് കിട്ടും എന്നൊരു പേടിയുണ്ടായിരുന്നു? ഇല്ല, ഓണസ്റ്റ്ലി ഞങ്ങൾ ആ സമയത്ത് അതിനെപ്പറ്റി ഓർത്തതേ ഇല്ലായിരുന്നു. അത് വലിയ മണ്ടത്തരായിരുന്നു. പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ആക്ച്വലി ഞങ്ങളത് വളരെ ഈസി ആയിട്ട് കിട്ടും എന്ന് വിചാരിച്ചതാണ്. പിന്നെയാണ് ഇപ്പം ഇന്നത്തെ ആക്ച്വലി സംസാരത്തിൽ സംഗീത് പറഞ്ഞപ്പോൾ ഞാനും ഓർത്തത്. അത് നമ്മൾ ഓർക്കാതിരുന്നത് ശരിക്കും സാധാരണ കുഞ്ഞിനെ നമ്മളൊരു സിനിമയിൽ ഷൂട്ടിങ്ങിന് ഒരു ദിവസത്തിന് വേണ്ടി മാത്രമേ വിളിക്കാറുള്ളൂ. അത് വളരെ ഈസിയായി കിട്ടാറുണ്ടല്ലോ. ഇപ്പം നമ്മളൊരു 30-40 ദിവസത്തിന് ഒരു കുട്ടിയെ ഫുൾ ടൈം വേണമെന്നുള്ളത് നമ്മൾ മെൻ്റലി ഓർത്തിട്ടില്ല. ആൻഡ് ന്യൂ ബോൺ ബേബി എന്ന് പറയുന്ന സമയത്ത് ഒരു 10 days കഴിഞ്ഞ ഒരു ബേബി ന്യൂ ബോൺ ബേബി തമ്മിൽ വളരെ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. കൈയിൻ്റെ സൈസ് തൊട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ടാകും. കണ്ടാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും. കൈക്കുഞ്ഞ് പൊടിക്കുഞ്ഞെന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ ആ ഡിഫറൻസ് ഹ്യൂജാണ്. അത്രയും എലമെൻറ്റ്സ് നമ്മൾ നോക്കാറ്, ഡീറ്റെയിൽസ് നോക്കി ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ കിട്ടിയാൽ നല്ലതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന സാധനമൊന്നും അല്ല നമുക്കൊരു കൈക്കുഞ്ഞെന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് എനിക്കൊന്നൊരു 3 മാസത്തോളം നമ്മൾ ആളെ ചോദിച്ച് അന്വേഷിച്ച് തപ്പി. പിന്നെ അഖിലിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഇതിന് പിന്നാലെ ഉണ്ടായിരുന്നു, ഞങ്ങളാരും അറിഞ്ഞില്ല. അഖിൽ വളരെ പ്രീ പ്ലാൻഡ് ആയിട്ട് അത് സെറ്റ് ചെയ്ത് നമുക്ക് വേണ്ടി ഒരു കറക്റ്റ് അല്ല അങ്ങനെ ഞങ്ങൾ ഗരുഡൻ ഷൂട്ടർ പോകുമ്പോൾ തന്നെ കഥ പറഞ്ഞു. ആ സമയത്ത് പ്ലാനിങ്ങിലായിരുന്നു എപ്പോഴേ പ്ലാൻ ആയിരുന്നു. ഓർക്കല്ലേ? ഗരുഡന്റെ പ്രൊമോഷൻ നമ്മള് ദുബായ് പോകുമ്പോ തന്നെ ഈ കഥ പറഞ്ഞു. അന്ന് തൊട്ട് പ്ലാനിങ് തോന്നുന്നു. പ്രൊമോഷൻ പോലെ നിൽക്കാതെ തിരിച്ചു വന്നിരുന്നത്. ആ പ്ലാൻ പ്രൊമോഷൻ വന്നിരിക്കാൻ തിരിച്ചു വന്നില്ലേ? അല്ല, എന്റെ സംഗീതം പറഞ്ഞപ്പോഴും ഞാൻ അറിഞ്ഞത്. കാരണം ആ പ്ലാൻ പ്രകാരം ഇവരോടൊക്കെ ഡേറ്റ് പറഞ്ഞു. ഏപ്രിൽ മാറ്റാൻ പറ്റില്ല കേട്ടോ. അത് മാത്രമാണ് ഒരേ ഒരു കാര്യം പറഞ്ഞത്. ഞാനോട് വലിയ വേറെ കുറെ ആർട്ടിസ്റ്റുകൾക്ക് അവരുടെ ഡേറ്റ് ഇഷ്യൂ, അതല്ല കുട്ടിയുടെ ഡേറ്റ് ആയിരുന്നു. അത് നമ്മളറിഞ്ഞില്ല. അല്ല, പക്ഷെ
നമ്മള് എന്നിട്ട് സർപ്രൈസ് പോലെ കുട്ടികളൊന്നും കിട്ടാതായപ്പോഴേക്കും ഇങ്ങനെ ഇതെങ്ങനെയുണ്ട്? അങ്ങനെയല്ല, ജോക്സ് അപ്പാർട്ട്. ആ സമയത്ത് നമ്മൾ തപ്പുന്ന സമയത്ത് കുട്ടിയെ കിട്ടുന്നില്ല. അപ്പൊ ഇവന്റെ വൈഫ് പ്രഗ്നന്റ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ അവനോട് ചോദിക്കാനും പറ്റില്ല. നമ്മളത് ഭയങ്കര റൂഡായിട്ടുള്ള ഒരു പരിപാടിയല്ലേ. നമ്മൾ എത്രത്തോളം സിൻസിയർ ആയിട്ട് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അഖിൽ. അപ്പോൾ പക്ഷേ എത്ര സിൻസിയർ ആയാലും സ്വന്തം വീട്ടിൽ നിന്ന് അയാളുടെ ഇപ്പം ജനിച്ചൊരു കുട്ടിയെ ചോദിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഈസി അല്ലല്ലോ. ഞാൻ അവനോട് ഡെയിലി പറയടാ എങ്ങനെയെങ്കിലും സെറ്റാക്കി താ, എങ്ങനെയെങ്കിലും ചോദിച്ചത്. പക്ഷെ നമ്മുടെ ചോദ്യം അതാണ്, നീ നിന്റെയെങ്കിലും താടാ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ നേരിട്ട് ചോദിക്കാൻ പറ്റില്ല. അത് അവൻ മനസ്സ് കണ്ടവൻ എന്നോട് ഒരു ദിവസം ചോദിച്ചു, ചേട്ടാ എൻ്റെ കുഞ്ഞ് കുഴപ്പമില്ലെങ്കിൽ ഇപ്പോൾ ഡെലിവറി ആവും, 4 ദിവസം നമ്മുടെ ഷൂട്ടിൻ്റെ കറക്റ്റ് ടൈമിങ് സെറ്റാവും, നമുക്കത് നോക്കണം. പറഞ്ഞു നീ വീട്ടിൽ ചോദിക്കും, വീട്ടിലൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ട്രിവാൻഡ്രം പോലത്തെ സ്ഥലം. ട്രിവാൻഡ്രം ഏപ്രിൽ മെയ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഹീറ്റാണ്. അതെ അതെ അതെ. നമ്മൾ റോഡ്സിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ഭയങ്കര റോ ആയിട്ടുള്ള സ്പേസസിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ഒന്നും സാനിറ്റൈസ്ഡോ ക്ലീൻ ആയിട്ടുള്ള സ്പേസ് അല്ല. അപ്പോൾ ഷൂട്ടിന് വേണ്ടി പിന്നെ നമ്മൾ കൈക്കുഞ്ഞായതുകൊണ്ടും സ്പെഷ്യലി ഈ ഇമ്മ്യൂണിറ്റി ഒന്നും ഡെവലപ്പ് ആവാത്തതുകൊണ്ട് നമ്മൾ അതിനായിട്ടുള്ള സ്പേസസ് കണ്ടെത്തി അതിനുവേണ്ടി സെറ്റ് ചെയ്ത് റെഡിയാക്കി അങ്ങനെയാണ് കുട്ടിയെ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് കുട്ടിയെ കാരവനിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം സ്പോട്ടിൽ നിർത്തുക. അങ്ങനെ ഒരുപാട് നമ്മൾ കുഞ്ഞിന് വേണ്ടി നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്യേണ്ടി വന്നു. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അല്ല, ആ കുഞ്ഞിന് ശരിക്കും അനുസരണ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആയിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ വേണ്ടത് അതല്ല, കുട്ടി അടിപൊളിയായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. അതല്ല ഉദ്ദേശിച്ചിരിക്കണേ. ചോദിച്ചു നോക്കിയാ എനിക്ക് മനസ്സിലാവുള്ള ക്വസ്റ്റ്യൻ മനസ്സിലാവുള്ള. ഈ കുട്ടി കൊച്ചുകുട്ടിയാ. അരെ സംഗീത ആ റൂട്ടിലേക്ക് വരുന്നില്ല എന്നുള്ളത് തീരുമാനിച്ച ഒന്നുമില്ല. എന്തായാലും നല്ലൊരു സിനിമയുടെ ഭാഗമാകുന്നത് അല്ലേ? എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടിങ്? എനിക്ക് ഒരു 25+ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ത്രൂ ഔട്ട് ഡേയ്സ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഹൃദയപൂർവ്വം ഷൂട്ട് കിടക്കുക സൈഡിൽ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ 2 സിനിമകൾ ഒരേ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, വളരെ ഡേയ്സ് വൈസ് അല്ല, പക്ഷെ എന്നാലും ഒരു പർട്ടിക്കുലർ ഗ്യാപ്പിൽ ഇവിടെ, അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരിക എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര, ആസ് ആൻ ആക്ടർ എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. കാരണം അപ്പുറത്ത് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള, വളരെ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഹൃദയപൂർവ്വത്തിലെ ജെറിയും, ഇവിടേക്ക് വരുമ്പോൾ ഋഷി എന്നാണ് എൻ്റെ ക്യാരക്ടറുടെ പേര്. കുറച്ചൊക്കെ ഇൻറ്റേർണൽ ആയിട്ടുള്ള, കുറച്ച് ഡെപ്തുള്ള, കുറച്ച് പഹാർഡായിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നു. നമുക്കറിയാലോ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് എല്ലാ ഫസ്റ്റ് തുടങ്ങി അവസാനം വരെ, അതായത് എൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു ഇൻറ്റൻസിറ്റിയിലാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ സ്വാപ്പിങ് കുറച്ച് പണിയായിരുന്നു. അവിടെ പോയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന്, കാരണം നമ്മളും ഇത് തുടങ്ങിയിട്ടുള്ളൂ, ഇത്തരം കാര്യങ്ങളിലേക്ക് ഡീൽ ചെയ്യുക, ഒരു ക്യാരക്ടറിലേക്ക് എത്തുക, അത് ഗ്രോ ചെയ്യുക, അതിൻ്റെ പ്രോസസ്സൊക്കെ. അപ്പോൾ അത് കുറച്ച് പണിയായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഇത് ചെയ്യുമ്പോഴേക്കും ആ കണ്ടന്റിലുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ സീൻ പേപ്പറിൽ സഞ്ജയേട്ടൻ എഴുതിയേക്കുന്നത് വായിക്കാൻ തന്നെ നമ്മളൊരു റോളർ കോസ്റ്ററാണ്. നമ്മൾ തുടങ്ങി ആ വരികളിലൂടെ പോയി അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ സഞ്ജയേട്ടന് വെറുതെ ഫോൺ വിളിക്കുമ്പോൾ, അരുൺ ചേട്ടനായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒക്കെ ഇതിൻ്റെ അകത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അത് ഭയങ്കര ഹെൽപ്പിങ് ആണ്. എന്തായാലും പറഞ്ഞ അവിടെ നിന്ന് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ 2 വ്യത്യസ്തമായ കഥാപാത്രമായിരുന്നു അല്ലേ? അതൊരു ചലഞ്ച് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു അത്. അല്ലെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. അല്ല, പ്രശ്നം വരാൻ പോണുള്ളൂ. ഇപ്പൊ ആദ്യം അത് മനസ്സിലായി, ആദ്യമായിട്ട് പ്രശ്നമാണെന്നുള്ളത് മനസ്സിലായി. ഇനിയാണ് പ്രശ്നമാകാൻ പോകുന്നത്. ഇനിയാണ് ഡേറ്റിന്റെ വിഷയം, സമയം പാലിക്കാതെ വരുക, ഇതൊക്കെ ഇനി നോക്കി അല്ല ഇനി നോക്കി ചെയ്യണം. ഈ 2-3 സിനിമകൾ ഒരുമിച്ച് പിടിക്കുമ്പോഴേ അങ്ങനെ പിടിക്കുന്നില്ല. ഇത് അങ്ങനെ പിടിച്ചതുമല്ല, ഇത് വന്നപ്പോ എല്ലാവരുടെയും സൗകര്യപ്രകാരം അത് കോർഡിനേറ്റ് ചെയ്ത് വന്നപ്പോൾ അങ്ങനെ ആയതാണ്. അല്ലെങ്കിൽ എനിക്കും അത് കംഫർട്ടബിൾ അല്ല. ഒരു ക്യാരക്ടറിൽ നിന്ന് ഇറങ്ങാണ്ട് അടുത്തേക്ക് കയറുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് എനിക്കിപ്പോൾ. നിലവിൽ അങ്ങനെയാണല്ലോ ഒരു സിനിമ എന്ന് പറയുമ്പോൾ, അങ്ങനെയാണല്ലോ. എങ്ങനെയാണ് ലിജോ മോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ലിജോ ആയിരുന്നു നമ്മുടെ ഒരു ഷോൾഡർ. ആക്ച്വലി എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ, ഒന്നാമത്തെ ഞങ്ങൾ തമ്മിലാണ് കോമ്പിനേഷൻ, എപ്പോഴും ഒരുമിച്ചാണ്. അപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡാണ്, ഞാൻ ചെയ്യുന്നത് എത്രത്തോളം ശരിയാണ്, എത്രത്തോളം കറക്റ്റായിട്ട് വരുന്നുണ്ടെന്നുള്ളത്. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ നോക്കും മുഖത്തേക്ക്, ഉർവശി കാണിക്കണ പോലെ. ഈ സാധനം അത് ഭയങ്കര ജെന്യുവിൻ ആയിരുന്നു. ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവള് ഭയങ്കര ജെന്യുവിനായിട്ട് നമ്മളുടെ അടുത്ത് എന്താണ് ചെയ്യുന്നത്, എത്രത്തോളം കറക്റ്റാണ് എന്നുള്ളത് പറഞ്ഞു തരുമായിരുന്നു. അപ്പം അത് പിന്നെ ഞാൻ കോമഡി ചെയ്യുമ്പോൾ, ഇപ്പോൾ നെസ്ലിൻ ആണെങ്കിലും മാത്യു ആണെങ്കിലും
ലാലേട്ടൻ്റെ കൂടെ ചെയ്യുമ്പോഴും മമിതയുടെ കൂടെ എല്ലാവരുടെ കൂടെയും ചെയ്യുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ആക്ടറുടെ റാപ്പോയാണ്. അത് കോമഡിയിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അവർ തരുന്നത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് വരെ ഞാൻ ചെയ്ത എല്ലാ സിനിമയിലും നമ്മൾ എന്താഗ്രഹിക്കുന്നു അതാണ് കറക്റ്റ് അവർ തരുന്നത് തിരിച്ച്. കറക്റ്റ് അതാണ്. ഇവള് സർപ്രൈസ് ചെയ്യിപ്പിക്കും നമ്മളെ, ഷോക്ക് ചെയ്യിപ്പിച്ചളയും. നമ്മളൊരു സീനിനെ കൺസീവ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവും. ഈ സീനിൻ്റെ ഒരു ഗ്രാഫും ഈ ഒരു പരിപാടിയും ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇവിടെ അങ്ങനെ റിഹേഴ്സൽ ഇല്ല. ഫസ്റ്റ് ടേക്കാണ് റിഹേഴ്സൽ. അതിൽ നിന്നാണ് അരുൺ ചേട്ടൻ വന്ന് കറക്ഷൻസ് ഉണ്ടെങ്കിൽ പോലും പറയുക. അപ്പം നമ്മൾ ആദ്യം ഇത് വായിച്ചതിൽ നിന്ന് ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഗ്രാഫിലായിരിക്കുള്ളൂ ലിജോ നമുക്ക് ഇങ്ങോട്ടേക്ക് തരുന്നത്. അപ്പം ഈ സിനിമയിൽ എൻ്റെ ആക്ടിങ് നന്നായിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പം മറന്നുപോയി, അന്ന് ഞാൻ എല്ലാവരോടും പറയുന്നത് ഇപ്പോഴും ഓർത്തേ, ഈ സിനിമയിൽ എൻ്റെ ആക്ടിങ് നന്നായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു റീസണോ അല്ലെങ്കിൽ ഏറ്റവും വലിയ റീസണോ ലിജോയാ. അവൾ തന്നതിനോടുള്ള റിയാക്ഷൻസ് മാത്രമാണ്. ഞാൻ ഡയലോഗ് പറയുകയാണെങ്കിൽ പോലും അവളുടെ റിയാക്ഷൻസിൻ്റെ കൗണ്ടർ ചെയ്താണ് ഞാൻ ഡയലോഗ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ ഡയലോഗ്സിനോട് റിയാക്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലല്ല എൻ്റെ പേഴ്സണലി ഏറ്റവും അകത്ത് എൻ്റെ ഏറ്റവും പേഴ്സണലി ഞാൻ താങ്ക്ഫുൾ ആയിട്ടുള്ളതും ഇതിൻ്റെ റീസൺ ആയിട്ടുള്ളതും ഇവളാണ്. പിന്നെയാണ് ഇവരെല്ലാവരും എനിക്ക് പേഴ്സണലി വരുള്ളൂ, എൻ്റെ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുള്ളൂ. അങ്ങനത്തെ അത് അന്നെല്ലാവരും പറഞ്ഞു. അതിനുശേഷം ഇങ്ങനെ ഒരു ചോദ്യം ആരും ഉന്നയിച്ചിട്ടില്ല. ഇല്ല, മറന്നുപോയി, കുറേ നാളായി ആരും ചോദിച്ചില്ല. അത് ഓർത്തിരുന്ന് ഞാൻ ചോദിച്ചതാ. അവരുടെ പ്രോസസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നമ്മൾ ഇവരുടെ ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റിഹേഴ്സൽ എടുക്കില്ല. അപ്പോൾ ഇത് ഒരു പോയിന്റിൽ ഇവർ തമ്മിൽ കോമ്പറ്റീഷൻ ആണോ എന്നൊക്കെ നമുക്ക് നമ്മള് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരുപാട് മൊമെന്റ്സ് ഇവരുടെ സീക്വൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ ആസ് എ ഡയറക്ടർ ഐ എൻജോയ്ഡ് ഇറ്റ് എ ലോട്ട്. അതെ അതെ, കൃത്യമായിരിക്കും അല്ലേ. വെറുതെ ഒരിക്കലും സംഗീതം അങ്ങനെ പറയില്ലല്ലോ. സംഗീതം എനിക്ക് തോന്നുന്നു സംഗീതത്തിന് ഇന്റർവ്യൂ എടുത്തപ്പോൾ ഇതിനു മുമ്പും ഹൃദയപൂർവ്വത്തിൻ്റെ ലാലേട്ടറുമായിട്ടുള്ള ആ സിനിമ തന്നെ കാണുമ്പോൾ അറിയാം. ആ ലാലേട്ടൻ പറയുന്ന അപ്പം തന്നെ ഒരു കൗണ്ടർ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെയും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, എതിര് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണോ അതായിരിക്കും എനിക്ക് ഏറ്റവും ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ അഭിനയം. മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞതാണ്, ആഴത്തിൽ നിന്ന് പറഞ്ഞതാണ് കേട്ടോ. അല്ലാതെ ഒരിക്കലും വെറുതെ കയ്യിൽ നിന്ന് പറഞ്ഞായിരിക്കില്ല. സംഗീതം എന്നുള്ള കാര്യം 100% ഉറപ്പോടുകൂടി എനിക്ക് പറയാൻ പറ്റും. എന്തായിരുന്നു അങ്ങനെ ഇവന് തോന്നാനുള്ള കാരണമായിട്ട് തോന്നിയത്? എങ്ങനെ തോന്നാൻ? അവൻ അങ്ങനെ തോന്നാൻ അതായത് അവന്റെ ഉള്ളിൽ അങ്ങനെ തോന്നാനുള്ള കാരണം നീ പറ. അവൻ പറഞ്ഞ പോരാ. ഞാൻ ഒരിക്കലും ഞാൻ കാരണം അല്ലെങ്കിൽ ഞാൻ പെർഫോം ചെയ്തതുകൊണ്ട് ഒരിക്കലും ഇവന്റെ പെർഫോമൻസ് നന്നായി എന്ന് ഞാൻ പറയില്ല. ഞാൻ ഇവനെ കൂടുതലും കണ്ടിട്ടുള്ളത്, കൂടുതലും നല്ല ചെയ്തിട്ടുള്ളതും എല്ലാം കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ടുള്ള, പ്ലസൻ്റ് ആയിട്ടുള്ള, ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ സംഗീതിനെ ഞാൻ ഋഷി എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് ഇവനെങ്ങനെ പെർഫോം ചെയ്യുന്ന എനിക്ക് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ ശരിക്കും ഞെട്ടിച്ചിട്ടുള്ളത് ഇവനാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉള്ളത് ഞങ്ങൾക്കാണ്. ഇവൻ ചെയ്യുന്നതിനോട് തന്നെ ഞാനും ഈ പറഞ്ഞ പോലെ തിരിച്ച് ഞാൻ കൊടുത്തിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ ഭയങ്കര നന്നാക്കി ചെയ്തേക്കാം അപ്പോൾ ഇവന് പെർഫോം ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഒരിക്കലും ഇല്ല. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഈ പറഞ്ഞ ഗീവ് ആൻഡ് ടേക്ക് ആണല്ലോ, അതാണല്ലോ പെർഫോമൻസിനെ ഹെൽപ്പ് ചെയ്യപ്പോഴും. അപ്പോൾ ഇവൻ തന്നതിനാണ് ഞാനും തിരിച്ച് റിയാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരിക്കലും എൻ്റെ മിടുക്കല്ല. ഇവൻ ചെയ്തതിനോട് ഞാൻ റിയാക്ട് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ചെയ്തതിനോട് ഇവൻ റിയാക്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇത്തരം ഒരു സിനിമയുടെ ഭാഗം നേരത്തെ ഇവരോട് ചോദിച്ച ഒരു കുട്ടിയുടെ കഥയാണ് അല്ലേ. ആ കുട്ടിയില്ലെങ്കിൽ സിനിമയില്ല. ആ കുട്ടിയാണ് ഹീറോയിൻ എല്ലാം കുട്ടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ ലിജോയ്ക്ക് തോന്നുകയാണ് ഇത് എനിക്ക് ചെയ്താൽ കൊള്ളാം, ഇത് എനിക്ക് പറ്റിയ ഒരു കഥാപാത്രമാണ്. അങ്ങനെ തീരുമാനിക്കാൻ എന്തെങ്കിലും റീസൺ ഉണ്ടായിരുന്നു? അതിന് കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഇതിൻ്റെ കഥ പ്ലസ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ബോബി സഞ്ജയ്. തീർച്ചയായിട്ടും അതൊരു വലിയ ഫാക്ടറാണ്. സഞ്ജയ് ചേട്ടനാണ് എൻ്റെ അടുത്ത് കഥ പറയുന്നത്. അപ്പോൾ കഥ കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്യാരക്ടർ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, പെർഫോം ചെയ്യാൻ സ്പേസ് ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും അരുൺ ചേട്ടൻ, ഗരുഡൻ എന്ന് പറഞ്ഞ ഒരു മൂവി ചെയ്ത ഡയറക്ടറാണ്. അപ്പോൾ അരുൺ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ മാജിക് ഫ്രെയിംസ് എന്ന് പറഞ്ഞ ബാനർ ആയിക്കോട്ടെ, സംഗീതം ആയിക്കോട്ടെ, ഇപ്പോൾ കുറേ ആരുടെയും കൂടെ ഞാൻ മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ പ്രൊഡക്ഷൻ വൈസ് ആയാലും ഡയറക്ഷൻ ആയാലും ഈ കൂടെ എൻ്റെ കോ ആക്ടേഴ്സ് ആയാലും ഇവരുടെ ആരുടെയും കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ കുറേ അധികം പുതിയ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതും ഒരു വലിയൊരു എക്സൈറ്റിംഗ് ഫാക്ടറായിരുന്നു. പിന്നെ എനിക്ക് ആകെ ഒരു പേടി ഉണ്ടായിരുന്നത് ഈ പറഞ്ഞത് ഈ കുഞ്ഞിൻ്റെ കൂടെ എങ്ങനെ നമ്മൾ ചെയ്യും എന്നുള്ളൊരിത്. അപ്പോൾ ഇതിൽ ഞാൻ പൊതുവേ കുഞ്ഞുങ്ങളായിട്ട് അങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഓടിച്ചെന്ന് എടുക്കുന്ന അങ്ങനത്തെ ഒരാളല്ല. അതും തീരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ഞാൻ തിരിഞ്ഞു പോലും നോക്കില്ല. ഞാൻ സംഗീതനോട് പറയാം, ഇവനും അത് തന്നെ പറഞ്ഞപ്പം എനിക്ക് പേടിയാണ്. അത്രയും ചെറിയ കുഞ്ഞുങ്ങളെ എടുക്കാൻ എനിക്ക് പേടിയാണ്. പക്ഷെ ഇവിടെ
ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത് ഈ കുഞ്ഞിനെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതാണ്. കാരണം അവന് ഇമ്മ്യൂണിറ്റി ഇല്ല, ഭയങ്കര ചെറിയ കുഞ്ഞാണ്. അപ്പോൾ ഞങ്ങളെ ശരിക്കും ഹമ്പിളാക്കി എന്നും കൂടെ പറയാം. കാരണം യൂഷ്വലി നമ്മൾ പെർഫോം ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരു സമയത്ത് നമ്മൾ ആ മൂഡ് പിടിച്ചിട്ടായിരിക്കും നിൽക്കുക. പക്ഷെ ഇവിടെ നമുക്കത് പറ്റില്ല. കുഞ്ഞ് കയ്യിലുണ്ടെങ്കിൽ കുഞ്ഞ് ഓക്കെ ആണെങ്കിൽ ആ മൊമെൻറ്റിൽ നമ്മൾ ടേക്ക് പോകും. അപ്പം അതിന് മുന്നേ ഞാൻ റെഡിയാണോ അല്ലയോ എന്നുള്ളതൊന്നും എൻ്റെ തലയിലുണ്ടാവില്ല. ഞാൻ കുഞ്ഞിനെ കംഫർട്ട് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കും. കുഞ്ഞ് കംഫർട്ടബിൾ ആവാൻ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യും. ആയി എന്ന് തോന്നിയാൽ ആ മൊമെൻറ്റിൽ നമ്മൾ പെർഫോം ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതെനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സീൻ എടുക്കുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് ആ ഒരു മൂഡിൽ നിൽക്കാൻ ശ്രമിക്കും. ഇവിടെ അതിനുള്ള സമയമൊന്നും ഒരിക്കലും ഉണ്ടാകാറില്ല. കുഞ്ഞ് ഓക്കെയാണോ, കാരണം കുഞ്ഞ് എൻ്റെയോ അല്ലെങ്കിൽ സംഗീതിൻ്റെ കയ്യിലായിരിക്കും. അപ്പോൾ കുഞ്ഞ് കരയാതിരിക്കുക, കുഞ്ഞിനെ നമുക്ക് എങ്ങനെ ഓക്കെ ആക്കാം എന്ന് ആലോചിച്ചിരുന്ന് ഓക്കെ ആയി അപ്പോൾ ടേക്ക് പോകാന്ന് പറയുന്നത് എനിക്ക് കുറച്ച് പേഴ്സണലി എനിക്ക് കുറച്ച് പേടി ടെൻഷനൊക്കെ ഇങ്ങനെയായിരിക്കും, കുഞ്ഞു ഓക്കെ ആകുമ്പോ ടേക്ക് പോവാ. അതാ. അപ്പൊ അവിടെ നമ്മൾ ഓക്കെ ആയോ നമ്മൾ റെഡി ആയോ എന്ന് ആലോചിക്കാൻ പോലും സമയം ഉണ്ടായിട്ടില്ല. അപ്പൊ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും എല്ലാം കൊണ്ട് ഈ സിനിമ വലിയ എക്സ്പീരിയൻസ് തന്നിട്ടുണ്ട്. തീർച്ചയായും ഉറപ്പായിട്ടും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിഥിക്കും ഇത്ര എക്സ്പീരിയൻസ് ഒത്തിരി ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. എനിക്ക് കുഞ്ഞായിട്ട് ഒരു കോമ്പിനേഷൻ രക്ഷപ്പെട്ടു എന്ന് കൂടി പറയാല്ലേ. എനിക്കാണെങ്കിൽ കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. നേരെ തിരിച്ച് ഇവർക്ക് കൊടുക്കുകയും ചെയ്തു. സോ എനിക്ക് വേറൊരു മോനാണുള്ളത് സിനിമയ്ക്കകത്ത്. അപ്പം ഞാനതിൽ നിവിൻ ചേട്ടൻ്റെ വൈഫ് റോളാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ആളുടെ കൂടെയാണ് കോമ്പിനേഷൻ ഉള്ളതും. സോ ഇവരുടെ കൂടെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷെ ആളുടെ കൂടെ ഉള്ളത് ഈ പറഞ്ഞ പോലെ ഇവർ നേരത്തെ ഈ ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു. നിവിൻ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഈ ക്ലാസ്സിലെ പഠിപ്പിസ്റ്റ് പോലത്തെ ഒരു ടൈപ്പാണ്. പുറമേക്ക് പഠിച്ചിട്ടില്ല എന്ന് പറയുന്ന കൈൻഡ് ഓഫ് പഠിപ്പിസ്റ്റ് ഇല്ലേ. അപ്പോൾ അഭിനയിക്കുന്ന സമയത്ത് ആള് ഇടയ്ക്ക് ഫണ്ണായിട്ടൊക്കെ നിൽക്കും. അപ്പം ഞാൻ വിചാരിക്കും ആളെന്നെ പോലെയൊക്കെ തന്നെയാണ്. പക്ഷെ ആള് ഷോട്ടിൽ വേറെ ആളായിരിക്കും, അല്ലെങ്കിൽ ചെയ്യും എന്നെ കുറെ ചിരിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് എൻ്റെ നിന്ന് കയ്യിൽ നിന്നും പോവും. പക്ഷെ എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ സ്പോട്ടിൽ പോയി നോക്കുമ്പോൾ ആള് പക്കയാണ്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മിക്ക സിനിമകൾ കാണുമ്പോഴും ആളുടെ കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴും ആളുടെ ആക്ടിങ്ങിനെ പറ്റി അധികം ആരും പറഞ്ഞ് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടറാണെന്ന് മാത്രമേ കൂടുതൽ കേട്ടുള്ളൂ. പക്ഷെ ഭയങ്കര ആക്ടറാണ് നിവിൻ ചേട്ടൻ. വളരെ സട്ടിൽ ആക്ടിങ്ങിന്റെ സട്ടിൽ ആക്ടിങ് ആണ്. അത് എടുത്തു പറയേണ്ട ഒരു ആക്ടർ തന്നെയാണ് നിവിൻ ചേട്ടൻ. എനിക്കത് ലൈവ് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴും എനിക്ക് മനസ്സിലായി. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെ ഹാപ്പി ആയിട്ട് ഈ ക്ലാസ്സിൽ ഭയങ്കര ഉഴപ്പനായിട്ടൊക്കെ നടന്നിട്ട് നല്ല മാർക്സ് ഒക്കെ വാങ്ങുന്ന പിള്ളേരില്ലേ, അതേപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസാണ്. ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് ചിരിക്കല്ലോ ചേട്ടാ ചിരിപ്പിക്കല്ലോ. എനിക്കിപ്പോ കറക്റ്റ് മനസ്സിലാവും. നമ്മളെ കുറെ കളിപ്പിക്കും. അപ്പൊ ഞങ്ങളുടെ കുറെ ഒരു ഇമോഷണൽ ഒരു സീനും ഉണ്ട് ലാസ്റ്റ്. അപ്പം എനിക്കത് ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ പ്രിപ്പയർ എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കും. അപ്പം ഞാൻ ചെയ്യുന്നത് ഞാൻ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയോ, എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. പിന്നെ അരുൺ ചേട്ടനെ നോക്കുമ്പോഴാണ് ഇല്ല അത് എങ്ങനെ തന്നെ ചെയ്തോ, ആളുടെ കയ്യിൽ നിന്ന് ആ ഒരു സംഭവം കിട്ടില്ല. പിന്നെ നമ്മൾ കയ്യിൽ നിന്നിട്ട് അഭിനയിച്ചേ പറ്റും. അങ്ങനെയായിരുന്നു എനിക്ക്. അപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് ആളുടെ കൂടെയായിരുന്നു, കുട്ടിയായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓവറോൾ ഞാനും ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ സിനിമ ആണ് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഇവരുടെ ഇപ്പോൾ ട്രെയിലർ കണ്ടപ്പോഴും ഇവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റാത്തതുകൊണ്ട് പല സീൻസും എനിക്ക് അറിയില്ല. അപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് സംഗീതയുടെ ഒക്കെ ഒരു പോർഷൻ, ലിജോ മോളുടെ ആണെങ്കിലും ഇവരുടെ കുറെ ഇന്റൻസ് ആയിട്ടുള്ള കുറെ ഒരു അത് സാധ്യമല്ല. സംഗീത് സംഗീത് എനിക്ക് വിളിച്ചോ അതുകൊണ്ടല്ലേ എന്നെ പറ്റി എന്തോ നല്ലതാ പറയാൻ പോയി, അതുപോലെ ഞാൻ തടഞ്ഞു. അല്ല എനിക്ക് റെസ്പെക്ട് തോന്നിയിട്ടാ പറഞ്ഞത്. അത്ര റെസ്പെക്ട് വേണ്ട. അല്ല സംഗീതിന്റെ ആ ഒരു പോർഷനൊക്കെ അപ്പൊ എനിക്കും ഈ പറഞ്ഞ പോലെ ബിഗ് സ്ക്രീനിൽ ഇത് കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവരുടെ ഒരു പെർഫോമൻസ് ഒക്കെ കാണാൻ. അപ്പൊ അതിന്റെ പാർട്ടായതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അങ്ങനെ ഒരു ചെറുത് വലുതെന്നുള്ളതല്ല, എന്നാലും നമ്മൾ അതിന്റെ ഒരു ആ ജേർണിയിലുണ്ട് എന്നുള്ളത് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. നിവിൻ ഓക്കെയാണ്, പക്ഷെ സംഗീത് കേട്ടൻ നിവിൻ ചേട്ടനല്ലേ ഞാൻ അല്ല അവിടെ ഇവിടെ സംഗീത് കേട്ടോ ഇവിടെ സംഗീത് കേട്ടോ. അല്ല ഞാൻ നിവിൻ ചേട്ടൻ ഉദ്ദേശിച്ച സംഗീതം എനിക്ക് നല്ല പ്രായമുണ്ട്, അതുകൊണ്ടായിരിക്കും. അതല്ല ഞാൻ ഓ അതൊരു ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ. അല്ലാണ്ട് പ്രായമുണ്ട്. ഇതെനിക്ക് തോന്നി ആദ്യം ഞാൻ കണ്ടപ്പോ ചേച്ചിന്ന് വിളിച്ചു തോന്നുള്ളേ. അതിന്റെ നമ്മള് ഫസ്റ്റ് ഷൂട്ടിന് അവിടെ ഫോട്ടോഷൂട്ടിന്റെ ഇടയിൽ കണ്ടപ്പോൾ ഞാൻ ഏട്ടാന്ന് അറിയാണ്ട് വിളിച്ചു പോയി. സംഗീതേട്ടാന്ന് വിളിച്ചു പറഞ്ഞില്ല. അപ്പോഴും എന്റെ അടുത്ത് പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ വിട്ടുപോവാ. അന്നും പറഞ്ഞിരുന്നു അല്ലേ? ആണല്ലേ. അതിനുശേഷം റെസ്പെക്ട് എനിക്ക് അപ്പൊ കുറച്ചു മുമ്പ് ഇന്റർവ്യൂ എടുത്തപ്പോഴും അങ്ങനത്തെ ഒരു സംസാരം വന്നില്ല. എന്നെ പറ്റി പറയണില്ലല്ലോ.
ചോദിക്കാനേ പറയാൻ പറ്റുള്ളൂ. ചോദ്യം ഉണ്ടായിരുന്നു. ചോദ്യങ്ങൾ ഉണ്ടായില്ല, അതാണ് കുഴപ്പം. ചോദ്യങ്ങളിലേക്ക് വരുന്നേ ഉള്ളൂ നമ്മൾ. ഇത്രയും ആളുകളെ അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു കുട്ടിയാണ് എൻ്റെ കഥാപാത്രം, കുട്ടിയുടെ ടൈം അനുസരിച്ചാണ് ഷൂട്ടെന്ന് ഇവരെല്ലാവരും പറഞ്ഞത്. പക്ഷെ ഒരു സമയമുണ്ടിത്, അതിൻ്റെ ഒരു ക്ഷമയെന്ന് പറഞ്ഞാൽ വലുതായിരുന്നു തോന്നുന്നു ഡയറക്ടർ. എങ്ങനെയായിരുന്നു ഈ ഷൂട്ടിൻ്റെ കാര്യമാണോ സംസാരിക്കുന്നത്? ഷൂട്ടിൻ്റെ സമയങ്ങൾ കുട്ടി കറക്റ്റാണ്, കുട്ടി കറക്റ്റുമ്പോൾ ഇവർ കറക്റ്റായിരിക്കണം. കുട്ടി കരയുമ്പോൾ പറഞ്ഞാൽ ജ്ഞാനമല്ലേക്ക് വേണം, സമയങ്ങൾ ഇങ്ങനെ പോകുന്നു. അല്ല, അങ്ങനെ മാത്രമല്ല. കാരണം നമ്മൾ ഔട്ട്ഡോറാണ് ഷൂട്ട് ചെയ്യുന്നത്, ട്രിവാൻഡ്രത്താണ് ഷൂട്ട് ചെയ്യുന്നത്. ട്രിവാൻഡ്രം ഒരു വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. നമുക്ക് ഭയങ്കര ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ഒരുപാട് കൂടുതലുണ്ട്. ഹൈ പ്രൊഫൈൽ ഇൻഡിവിജ്വൽസ് താമസിക്കുന്ന സ്ഥലം. ഒരു സൈഡിൽ ഡിഫൻസ് ഏരിയ, നമുക്ക് അങ്ങനെ പെട്ടെന്ന് പെർമിഷൻ കിട്ടില്ല. വെയിൽ വേണം, നമ്മൾ ക്രിസ്മസ് സമയമാണ് സിനിമ, അപ്പോൾ മഴ പാടില്ല. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നമുക്കൊരു ഏപ്രിൽ മെയ് എന്ന് പറഞ്ഞ പീരീഡിലാണ് നമ്മൾ. മെയ് കഴിഞ്ഞാൽ മഴ വരും എന്നുള്ളത് നമുക്കറിയാം. സോ അതിന് മുമ്പ് തന്നെ സിനിമ തീർക്കും വേണം, നമുക്ക് അതിൽ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഈ ചാലഞ്ചിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ അതിൻ്റെ പാരലി കുഞ്ഞും ആക്ടേഴ്സും അവരുടെ കംഫർട്ടും നോക്കിയിട്ട് നമുക്ക് ആ സമയത്ത് ഡെലിവറി ചെയ്യണം. ഇറ്റ്സ് നോട്ട് എൻ ഈസി പ്രോസസ്സോ. എനിക്ക് തോന്നുന്നു മോർ ദാൻ എനിത്തിങ് എൻ്റെ ടീം എന്നെ വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരില്ലെങ്കിൽ ഈ സിനിമയില്ല. ഞാനിത് ഒറ്റയ്ക്ക് ഒരിക്കലും ഈ സിനിമ ചെയ്യാൻ പറ്റും. നമ്മളൊരു ഐ തിങ്ക് 40-45 ഡേയ്സിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. പക്ഷേ അത് ആ 45 ഡേയ്സ് ഷൂട്ട് ചെയ്ത് നമുക്ക് ആ സിനിമ കണ്ടാൽ പറയാൻ പറ്റില്ല. നമുക്ക് അത് അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് എൻ്റെ ടീം അത് എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ ADs ആയാലും ശരി, എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ ലൈൻ പ്രൊഡ്യൂസറായ അഖിൽ, കൂടെ വന്ന പ്രസാദ് ഏട്ടൻ, ജയശീലൻ, അവിടെ ലോക്കൽ സപ്പോർട്ടായി നിന്ന ആൾക്കാർ, അതല്ലാതെ എൻ്റെ ക്യാമറമാൻ ഫൈയുടെ കോൺഫിഡൻസ് ആണ് ഈ സിനിമ. ആക്ച്വലി നമ്മൾ കാണാറുണ്ട് ക്യാമറമാൻമാർ എത്ര ലൈറ്റ് ചെയ്താലും മതിയാവാതെ, അയ്യോ ഇത് പോരാ, നമുക്ക് കുറച്ചുകൂടെ 5 മിനിറ്റ് 10 മിനിറ്റ് ചോദിക്കുന്ന സ്പേസിൽ റെഡിയാ ഫൈ എന്ന് പറയുന്നതിന് മുമ്പ് പുള്ളി റെഡി എന്ന് പറഞ്ഞ് നമ്മൾ ഈ സിനിമ ഒരിക്കലും ഒരു പ്ലാൻഡ് ഷൂട്ടോ അല്ലെങ്കിൽ ഫ്രെയിം ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രെയിം വെക്കില്ല എന്ന് തീരുമാനിച്ച് ഷൂട്ട് ചെയ്ത ഒരു സിനിമയായിരുന്നു. കാരണം റോ ആയിരിക്കണം, ഇമേഴ്സീവ് ആയിരിക്കണം, ആൾക്കാർ കാണുന്നവർ അത് ഫീൽ ചെയ്യണം. തെറ്റാണെങ്കിൽ തെറ്റ്, റോങ് ആണെങ്കിൽ റോങ്, അതങ്ങനെ തന്നെ ഷൂട്ട് ചെയ്യണം. ഇപ്പം നമുക്കൊരു ട്രെയിലർ എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബ്യൂട്ടി ഷോട്ടൊന്നും ട്രെയിലറിൽ കാണില്ല. സോ സ്പെസിഫിക് ആയിട്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു തോട്ട് നമ്മൾ സിനിമ കാണുമ്പോൾ ഈ ഷോട്ട് കൊള്ളാമെന്ന് ആർക്കും ഫീൽ ചെയ്ത് സിനിമയുടെ ഉള്ളിൽ കൂടെ തന്നെ പോകണം. സോ ആ സ്പേസിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ മിഷൻ 90 ഡേയ്സ് പറഞ്ഞൊരു സിനിമ മേജറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഐ തിങ്ക് അറൗണ്ട് 29 ഡേയ്സ് ആയിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത് നമുക്ക് വെച്ചിട്ട്, അറൗണ്ട് 4 സ്റ്റേറ്റ്സ്. സോ മിഷൻ 90 ഡേയ്സിൽ യൂസ് ചെയ്ത ഓൾമോസ്റ്റ് സിമിലർ പ്രോസസ്സ്, തിരു സാർ വർക്ക് ചെയ്ത സിമിലർ പ്രോസസ്സാണ് ഇതിൽ ഞാൻ എംപ്ലോയ് ചെയ്തത്. ശരിക്കും ആ സിനിമ വർക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് കൺസീവോ ചെയ്യില്ല, ഇതിലേക്ക് ഇറങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല. കാരണം ഇത് തീർക്കാൻ പറ്റില്ല അങ്ങനെ ഒരു അത്രയും ഷോർട്ട് ടൈമിൽ നമ്മൾ അങ്ങനത്തെ ഒരു സ്പേസിൽ ഇതൊരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാവുന്നൊരു പോസിബിൾ അല്ലാത്തൊരു സിറ്റുവേഷനാണ്. അത് ആ സിനിമ വർക്ക് ചെയ്ത് ആ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്തത്. ഗുരുനാഥൻ ഗരുഡൻ കണ്ട് ആദ്യത്തെ സിനിമ ആദ്യ ഷോ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അല്ലേ? ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. അതിൽ ഗരുഡനിൽ അഭിനയിച്ചിട്ടില്ല, സീനിലുണ്ടല്ലോ, ശരിയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഗുരുനാഥൻ്റെ കീഴിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഒത്തിരി ഗുണം ചെയ്തു അല്ലേ? തീർച്ചയായും അത് ആ സമയത്ത് നമുക്ക് അറിയില്ലായിരുന്നു. നമ്മളിങ്ങനെ ഒരു 10-20 കൊല്ലം കഴിഞ്ഞിട്ട് ഈ സാധനത്തിലേക്ക് നമ്മൾ വരുമെന്ന്. 2008 ആയിരുന്നു ആ സിനിമ ചെയ്യുന്നത്. 2008 ഇപ്പം 2016 ആയി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സിനിമ ഞാൻ ചെയ്യും എന്നുള്ളത്. ആ സിനിമയുടെ ഒരുപാട് സാധനങ്ങളാണ് എനിക്കിത് ചെയ്യാനുള്ള കോൺഫിഡൻസ് വന്നത്. അത് ഫിലിമിലായിരുന്നു അത് ഷൂട്ട് ചെയ്തത്. അത് ഇനിയും ഡിഫിക്കൽട്ടാണ് ദാൻ വാട്ട് വി ഹാവ് ഡൺ. അതെ, അന്ന് ഫിലിമിലാണ്. നബി സാറൊക്കെ അന്ന് ഫിലിമിൽ ചെയ്ത്, ശിഷ്യനാണ് ഇപ്പം എത്ര ഷോട്ട് എടുത്താലും കുഴപ്പമില്ലാന്ന രീതിക്ക് അടിച്ച്. പിന്നെ പറഞ്ഞോ, ചേട്ടൻ പറഞ്ഞോ. അല്ല, ആക്ച്വലി നമ്മൾ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത സിനിമകളിലൊക്കെ ഒരു ചില സിനിമകളിലോ അല്ലെങ്കിൽ ചില സീനുകളോ ഒക്കെ എടുക്കുമ്പോൾ ഒരു പ്രഷർ ഉണ്ടാവും, ഭയങ്കര സ്പീഡ് ഉണ്ടാവും. ഈ സിനിമയിൽ എല്ലാ സീനിലും ആ സ്പീഡ് ഉണ്ടായിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന എല്ലാ സീനുകളിലും ആ സ്പീഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര സർപ്രൈസിംഗ്ലി ആക്ടേഴ്സിനെ ഒരു മൊമെൻറ്റിലോ ഒരു സെക്കൻഡിലോ പോലും പ്രഷർ ചെയ്യിപ്പിക്കാതെ ട്രീറ്റ് ചെയ്തിട്ടുള്ള, ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ അരുൺ ചേട്ടനാണ്. നമ്മൾക്ക് അവിടെ ഫ്രീഡമാണ്. ഇപ്പൊ പറഞ്ഞ റെഡി ആണോ എന്നുള്ള ചോദ്യം നമ്മുടെ അടുത്തില്ല. ഒരു വട്ടം പോലും എൻ്റെ അടുത്തോ ഇവളുടെ അടുത്തോ ചോദിച്ചിട്ടുണ്ടാവില്ല റെഡി ആണോ നിങ്ങൾ റെഡി ആകുമ്പോൾ പറ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് നമുക്ക് വേണ്ട ടേക്സ്, നമ്മൾക്ക് എത്ര പ്രഷറുള്ള സിറ്റുവേഷൻ ആണെങ്കിലും, സമയം പോയെങ്കിലും, കോൾ ടൈം കഴിഞ്ഞെങ്കിലും, പിറ്റേന്ന് ഇനിയും ഷൂട്ട് ഉണ്ടെങ്കിലും ഒന്നും നോക്കാണ്ട് നമ്മൾ അതിൻ്റെ ഒരു 1 more ചെയ്തോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് ടേക്ക് തന്ന് അത് എന്താ പറയുക, അതിനെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന
ഞാൻ അതിന് ശേഷം വർക്ക് ചെയ്ത സിനിമകളിലൊക്കെ ആരെങ്കിലും എന്നോട് ധൃതി പിടിപ്പിക്കാൻ പറയാൻ പറയും, ധൃതി പിടിപ്പിക്കല്ലേ ധൃതി പിടിപ്പിക്കല്ലേ, നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ സുഖം പിടിച്ചു പോയി ഇവിടെ നിന്ന്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആക്ടേഴ്സിന്. ബാക്കി എല്ലാ സംഭവങ്ങൾക്കും ഇവരുടെ ടെക്നിക്കൽ കാര്യങ്ങൾക്ക് ഇവർ സമയം എടുക്കും. പക്ഷെ ആക്ടേഴ്സിലേക്ക് എത്തുമ്പോൾ അവർ നേരെ കാറിൽ നിന്ന് ഇറങ്ങി ഷോട്ടിൽ നിൽക്കുമ്പോഴേക്കും റെഡി ടേക്ക് എന്ന് പറയും. പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു പ്രോസസ്സ് ആവശ്യമായിരിക്കും ചിലപ്പോൾ. അത് ഏറ്റവും അധികം എൻ്റെ ഉള്ളിലെ ആക്ടറിനെ റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് അരുൺ ചേട്ടൻ. അല്ല സംഗീത ഇത് പറഞ്ഞത് കറക്റ്റാട്ടോ. സംഗീത പറഞ്ഞത് നമ്മൾ ലൊക്കേഷനിൽ പോകുന്ന ആളുകളാണ്, ലൊക്കേഷനിൽ പോയി കാഴ്ച കാണുന്നതാണ്. ഈ പറഞ്ഞ പോലെ ഇറങ്ങി വരുന്നു, ടേക്ക് വരുന്നു, ഷൂട്ട് ചെയ്യുന്നു, അവർ പോകുന്നു. പക്ഷെ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് സമയം കൊടുക്കുന്ന സമയമൊന്നും ആക്ടേഴ്സിന് തരാറില്ല എന്ന് സത്യമാണ്. കൃത്യമായിട്ടൊരു നിലപാട് പറഞ്ഞൊരു വ്യക്തിയാണ് ഇപ്പോൾ. ഞാൻ ആക്ച്വലി അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പാടുപെടുന്ന ആ ഫ്രെയിമിനകത്ത് വരുന്ന ഇവരുടെ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ബിഹൈൻഡ് ദ ഫ്രെയിം ഭയങ്കര പ്രഷറായിരിക്കും എല്ലാവർക്കും. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഈസി അല്ല ആസ് ടെക്നീഷ്യൻസ്, ബട്ട് ആക്ടേഴ്സായിട്ട് ഇറ്റ് ബി വെരി ഈസി. ബിക്കോസ് നമ്മുടെ കോർ എലമെൻറ്റ് ആ ഫ്രെയിമിനകത്ത് വരുന്ന ആ 4 ലൈനിൻ്റെ ഉള്ളിൽ വരുന്ന വിഷ്വലാണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യണോ അത് നമ്മൾ ചെയ്തേ പറ്റും. ഓരോ ആക്ടേഴ്സിനും ഓരോ പ്രോസസ്സാണ്. ചിലരിപ്പോൾ നിവിൻ പോളി പോലെയൊക്കെ ആണെങ്കിൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് എഫർട്ട്ലെസ് ആയിട്ട് ചെയ്തിട്ട് പോകും. ചിലർ ഒരുപാട് ടൈം എടുക്കും. പക്ഷേ ഈച്ച് പ്രോസസ്സ് ഇസ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഡെലിവറി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോസസ്സ് മുകളിൽ ഈ പ്രോസസ്സ് താഴെ ഒന്നുമില്ല. എവറിത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ അവർക്ക് അത് വിടുമ്പോഴാണ് നമ്മൾ കാണാത്ത ഒരു സാധനം നമുക്ക് കിട്ടുക. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സാധനങ്ങൾ നമുക്ക് കിട്ടുക. നമ്മൾ അതിനൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയില്ല, ഒരു മാജിക്ക് സംഭവിക്കാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് മാക്സിമം ടൈം അവർക്ക് കൊടുക്കണം. സോ ബിഹൈൻഡ് ദ സ്ക്രീനിൽ ഭയങ്കര ആൾക്കാർക്ക് ഭയങ്കര പ്രഷറായിരിക്കും എൻ്റെ കൂടെ. പക്ഷേ ആക്ടേഴ്സിന് ഞാൻ മാക്സിമം അത് കൊടുക്കാറില്ല. ഈ അന്യഭാഷയിലൊക്കെ എങ്ങനെയാണല്ലോ ഈ പറഞ്ഞ പോലെ? അല്ല, അത് നമുക്കിതൊന്ന് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. ഇപ്പം തമിഴ് സിനിമകൾ ചെയ്യുന്നു, ഒത്തിരി സിനിമകൾ ചെയ്ത് അവാർഡ് വരെ വാങ്ങുന്ന തമിഴ് സിനിമയിൽ നിന്നാണ്. മലയാള സിനിമയിൽ കിട്ടിയില്ല. അതല്ല ഞാൻ പറയട്ടെ, അത് മലയാള സിനിമയിൽ അല്ല ഞാൻ പറഞ്ഞത്. എന്നാലും നമുക്ക് തുടക്കം എന്നുള്ള രീതിക്ക് പറഞ്ഞു പോട്ടെ, അങ്ങനെയാണല്ലോ അത് പറയണ്ടേ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇവിടെ കിട്ടുന്ന ഒരു ഫ്രീഡം ആണോ അവിടെ കിട്ടുന്നത്? എങ്ങനെയാണ്? എനിക്ക് പേഴ്സണലി മലയാളം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. ഒന്നാമത്തെ അതിൻ്റെ ഒരു വലിയ റീസൺ എന്ന് പറയുന്നത് ഭാഷ. ഞാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള, എനിക്ക് കുറച്ചുകൂടി അറിയുന്ന ഭാഷ മലയാളമാണ്. അപ്പോൾ എനിക്ക് എല്ലാവരും ഇപ്പോൾ ഉള്ള എല്ലാ ഡയറക്ടേഴ്സും തന്നെ നമുക്ക് ഇപ്പം സഞ്ജയ് ചേട്ടൻ പോലും നമ്മൾ സ്ക്രിപ്റ്റിൽ എന്താണോ നമുക്ക് തന്നിരിക്കുന്ന ലൈൻസ് എന്താണോ, നമ്മുടെ ഡയലോഗ് എന്താണോ അത് അങ്ങനെ തന്നെ പറയണം എന്നില്ല. അത് നിങ്ങളുടേതായ രീതിക്ക് പറയാം എന്നുള്ളൊരു ഫ്രീഡം എല്ലാവരും ഇപ്പോൾ തരുന്നുണ്ട്. പക്ഷെ എനിക്ക് തമിഴിലുള്ളൊരു പ്രശ്നം, അവിടെ അതുണ്ടെങ്കിൽ ആ ഒരു ഫ്രീഡം ഉണ്ടെങ്കിലും എൻ്റെ പ്രശ്നം എനിക്ക് അങ്ങനെ പറയാനുള്ള വൊക്കാബുലറി ഇല്ല. എനിക്ക് അത് അങ്ങനെ പറയാനുള്ള ലാംഗ്വേജ് എനിക്കില്ല. അപ്പോൾ എനിക്ക് തമിഴിൽ ഞാൻ കുറച്ചുകൂടി അത് കാണാതെ പഠിച്ച് പറയാനാണ് ശ്രമിക്കാറ്. അപ്പോൾ അവിടെ ഞാൻ പെർഫോം ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ കട്ടാവും, എനിക്ക് ലോസ്റ്റ് ആവും. പെട്ടെന്ന് എനിക്ക് പിന്നെ അത് റീപ്ലേസ് ചെയ്യാൻ, ആ വാക്കിനെ റീപ്ലേസ് ചെയ്യാൻ എനിക്കൊരു വാക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളേ ഉള്ളൂ. അതല്ലാണ്ട് ഈ പറഞ്ഞ പോലെ പിന്നെ അവിടെ കുറച്ചുകൂടി ഒരു ഹയറാർക്കി, ഈ ആ ഒരു ഇത് എപ്പോഴും ഉണ്ട്. ഇവിടെ എനിക്ക് അരുൺ ചേട്ടനെ ചേട്ടാന്ന് വിളിക്കാം, നിവിൻ ചേട്ടനെ ചേട്ടാന്ന് വിളിക്കാം. പക്ഷെ അവിടെ എനിക്ക് ഡയറക്ടറിനെ സാറെന്ന് വിളിക്കാൻ പറ്റുള്ളൂ, സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിനെ സാറെന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ണാന്നൊന്നും വിളിച്ച് ഞാനിതുവരെ കേട്ടിട്ടില്ല. തിരിച്ച് അണ്ണീന്ന് വിളിക്കുമോ? അണ്ണി വേറെ, അക്ക. ഇവരോട് ചോദിച്ചാൽ കറക്റ്റ് തമിഴായോണ്ട് അക്കാന്ന് കൂപ്പിടുമായിരുന്നു. അല്ല വേണ്ട. അപ്പൊ അവിടെ ഇവിടെ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ആ ഒരു കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണ് നമ്മുടെ ഡയറക്ഷൻ. അല്ല, ഇപ്പോൾ ടെക്നിക്കൽ ക്രൂ ആയാലും ആക്ടേഴ്സ് തമ്മിലൊരു കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത്. ഈ പറഞ്ഞ പോലെ നമുക്കൊരു ടൈമിംഗ് കിട്ടും. ഇപ്പം സംഗീതം പറഞ്ഞ ഏറ്റവും പ്രാധാന്യമാണ് ടൈമിങ്. ഒരു ആക്ടറിന് അഭിനയിക്കാൻ, അല്ലെങ്കിൽ ആക്ടേഴ്സിന് അഭിനയിക്കാൻ ടൈം കൊടുക്കുമല്ലോ. അങ്ങനെ ഒരു ഫ്രീഡം അവിടെ ഉണ്ടോ? അത് ഓരോ ഡയറക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അല്ലാണ്ട് ഒരു ഇൻഡസ്ട്രിയെ ഡിപ്പെൻഡ് ചെയ്ത് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരിക്കലും പറ്റില്ല. അങ്ങനെ തരുന്നവരും ഉണ്ടാവും. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അല്ലേ? ഇപ്പോൾ ഈ അപ്പുറം ഇപ്പുറം രണ്ടുപേരും സെൻട്രൽ ഇങ്ങനെ അവാർഡ് നേടിയവരാണ് അല്ലേ? നമ്മളൊന്ന് അതല്ലേ രണ്ടുപേർക്ക് സംഗീതത്തെ രണ്ടുപേർക്കുണ്ടെന്ന് കേട്ടാ പറഞ്ഞ ഞാൻ. അത് ഇക്ക പറഞ്ഞു അതിഥിയുടെ ലുക്ക് അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അത് കണ്ടില്ലല്ലേ? അതാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പം. അല്ലെങ്കിൽ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പം ഇതാണല്ലേ കണ്ടന്റ് ചേട്ടാ അല്ലേ?
അല്ല, ഈ അവാർഡുകൾ കിട്ടും തോറും നമുക്ക് വീണ്ടും വീണ്ടും എന്താണ് പറയുക, പ്രേക്ഷകരുടെ മുമ്പിലേക്ക് നമ്മൾ ഇനിയൊരു സിനിമ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു എഡിറ്റിംഗ് മേഖലയായിരുന്നെങ്കിൽ പോലും ഇനി അടുത്ത കൊടുക്കുമ്പോൾ ഒരു ഭയമുണ്ടാവും, അല്ലെങ്കിൽ ഒരു പേടിയുണ്ടാവും, ഇനി എങ്ങനെയായാലും പ്രേക്ഷകരുടെ അടുത്തേക്ക് നമ്മൾ പോവാം. അങ്ങനെ ഒരു ഭയപ്പാടുണ്ടാകുന്നുണ്ടോ കൂടുതൽ അവാർഡുകൾ കിട്ടുമ്പോൾ? എനിക്കത് തുടക്കം തൊട്ടുള്ളത്, അതായത് ഈ ഒരു സിനിമ ചെയ്ത് അത് തിയേറ്ററിൽ വരുമ്പോൾ ആളുകളുടെ റെസ്പോൺസ് എന്താണ് എന്നുള്ളത്. ഇപ്പം ഞാൻ ചെയ്തത് നന്നായില്ലെങ്കിൽ ആളുകൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യും എന്നുള്ളത് എപ്പോഴും ആ ഒരു തോട്ട് എപ്പോഴും മനസ്സിലുണ്ട്. അതല്ലാണ്ട് ഒരു അവാർഡ് കിട്ടിയത് കൊണ്ട് ഇനിയിപ്പോൾ എൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെയായിരിക്കും എക്സ്പെക്ട് ചെയ്യുക, വേറെ എന്തെങ്കിലും കുറച്ചുകൂടി കൂടുതൽ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും എന്നുള്ള അങ്ങനത്തെ തോട്ട്സ് ഇല്ല. ഒരു സമയത്ത് അഭിനയം വേണ്ട എന്ന് വെച്ചിരുന്നു അല്ലേ? എന്തായിരുന്നു അങ്ങനെ? പല പല കാരണങ്ങളുണ്ട്. ഒന്ന് ഒത്തിരി ഒരു റീസൺ ഉണ്ട്, മെയിൻ ആയിട്ട് ഒരു റീസൺ ഉണ്ട്, നമുക്ക് അഭിനയം വേണ്ട. PhD ചെയ്യണം, അതുകൊണ്ട് അഭിനയം നിർത്തി PhD ചെയ്യാൻ പോവാം എന്ന് വിചാരിച്ചു. പക്ഷെ നടന്നില്ല. നിർത്തിയില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ല, അതിനുശേഷമാണ് മറ്റൊരു സിനിമയിലേക്ക്, തമിഴ് സിനിമയിലേക്ക് വിളിക്കുകയും അല്ലേ, അങ്ങനെയല്ല സംഭവം ഉണ്ടായത്. ആ സിനിമയ്ക്ക് അവാർഡ് ലഭിക്കുകയും ചെയ്യുന്നു. അന്ന് ആ അഭിനയം നിർത്തിപ്പോയെങ്കിൽ അത് വലിയൊരു അല്ലേ, വലിയ നഷ്ടമായി പോയാൽ ആയിരുന്നു. തീർച്ചയായിട്ടും. ഈ സിനിമ സെലക്ട് ചെയ്യാൻ ഒരു മടിയുണ്ടോ? കഥകൾ കേൾക്കാൻ ഒരു മടിയുണ്ടോ? ഇല്ല. ബേസിക്കലി ഒരാളുടെ അടുത്ത് ചോദിക്കാമെന്ന് ചോദ്യം ചോദിച്ചെന്നുള്ളൂ. ഒരാൾക്ക് നമുക്ക് കഥകളുമായിട്ട് ഒത്തിരി ആളുകൾ വരുമല്ലോ. കഥകൾ കേൾക്കാൻ മടി എന്തിനാ? കാരണം ഇതാണ് എൻ്റെ പ്രൊഫഷൻ, നമ്മുടെ ജോലി ഇതാണല്ലോ. തീർച്ചയായിട്ടും കഥകൾ എപ്പോഴും കേൾക്കും. പിന്നെ അതിൽ ഏത് ചൂസ് ചെയ്യണം, ഏത് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണല്ലോ. അത്രേ ഉള്ളൂ. മലയാളത്തിൽ നിന്നാണോ കൂടുതൽ വരാറുള്ളത്, തമിഴിൽ നിന്നാണോ? ഇപ്പം മലയാളത്തിൽ നിന്ന് ആണ് കൂടുതൽ. ഇപ്പോൾ മലയാളത്തിൽ നിന്ന് വരുന്നുണ്ടല്ലേ? നമ്മൾ ഏത് വേണമെന്ന് തീരുമാനിക്കാനുള്ളൊരു സമയം എടുക്കാറുണ്ട്. അതൊരു കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ഇതിപ്പോൾ ഞാൻ ചെയ്യണോ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ക്യാരക്ടറാണോ സിനിമയാണോ എന്നുള്ളത് നമുക്ക് കഥ കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. ഒരുപാട് സമയമൊന്നും വേണ്ട, കഥ കേൾക്കുന്ന സമയം മതി. യാത്രകൾ എങ്ങനെയാണ് ഇപ്പോൾ? ഇപ്പോൾ യാത്രകൾ കുറവാണോ? കുറവാ. അതെന്താണ് യാത്രകൾ കുറച്ചത്? സാധാരണ യാത്രയായിരിക്കും കൂടുതൽ സമയവും. ഇപ്പോൾ കുറച്ച് ഒരു ലാസ്റ്റ് ഒരു 2-3 months ആയിട്ട് ഷൂട്ടാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് യാത്ര ചെയ്യാൻ സമയം കിട്ടിയില്ല. അല്ലെങ്കിൽ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. സംഗീതേട്ടനെ കൂട്ടുവാണെങ്കിൽ യാത്രയ്ക്ക് വലിയ ഇഷ്ടമുള്ള ആളാണ്. പൊതുവെ രസകരമായിരിക്കും യാത്ര, കൗണ്ടറുകൾ ഉണ്ടാവും. നമുക്ക് എന്നെ വിളിച്ചോണ്ടൊന്നും നമുക്ക് യാത്ര എന്നെ വിളിച്ചോണ്ടൊന്നും പോലെട്ടാ. എന്ത്? ഞാൻ ഭയങ്കര ഹോം സിക്ഡ് ആയിട്ട് വീട്ടിലിരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ യാത്ര പോലൊക്കെ ഭയങ്കര കുറവാണ്. ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ അത് ഡ്രൈവ് ചെയ്താൽ മതി. എനിക്ക് വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ യാത്രക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള. അല്ല, സംഗീതനെ കൊണ്ടുപോകുന്ന പറയാനായിട്ട്. അല്ല, ഞാൻ സംഗീതത്തിന്റെ വേറെ ഫ്രണ്ട്സ് സംഗീതനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞോണ്ട്. അല്ല, ഞാൻ ഇപ്പൊ ഇത്രയും കിട്ടിയില്ല, അതുകൊണ്ട് സംഗീതം കൊണ്ടുപോകുമ്പോൾ സംഗീതം പറഞ്ഞു എന്നെ വേണ്ട. ഞങ്ങളതല്ലാതെ ഇടയ്ക്ക് ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട്. അല്ലാണ്ട് ഞങ്ങൾ അല്ലേ നമ്മൾ എന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. എടാ, എന്തൊരു കള്ളോ പറയണതല്ല. കാണാറുണ്ട്, ഞങ്ങൾ കാണാറുണ്ട്. ഈ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഈ യാത്രകളെക്കാളൊക്കെ എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെയും നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ തൊട്ടടുത്ത കഫേസിലോ നമ്മുടെ സ്ഥലങ്ങളിലോ ഒക്കെ കാണുന്നതൊക്കെയാണ് ഞാൻ കൂടുതൽ ചെയ്യുന്ന കാര്യങ്ങൾ. അതൊക്കെയാണ്. വലിയ യാത്രകളൊക്കെ പോകുന്നത് കുറവാണ്, അതുകൊണ്ട് പറഞ്ഞത്. സംസാരപ്രിയനാണ്. ഞാനോ? എന്ത് തോന്നുന്നു? അല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് സംസാരപ്രിയനാണ്. സംസാരിക്കാൻ ഇഷ്ടമാണ്. സംസാരിക്കാൻ ഇഷ്ടം. നമ്മളൊരു ഫോൺ ചെയ്താൽ എടുക്കാൻ പറ്റില്ലാത്ത സാഹചര്യമാണ് തിരിച്ചു വിളിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എൻ്റെ അനുഭവമായിട്ടാണ് പറയുന്നത്. അല്ല, ഞാൻ ഓൾമോസ്റ്റ് അത് ശ്രദ്ധിക്കാറുണ്ട്. എന്റെ അനുഭവം അങ്ങനെയല്ല. വിളിച്ചു, ഞാൻ ഇപ്പൊ കോൾ ഹിസ്റ്ററി എടുത്ത് കാണിക്കും. വിളിച്ചു എന്ന് പറഞ്ഞു ഹൗസ് വാമിങ്ങിന്, പക്ഷെ എന്നെ വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടില്ലേ? വിളിച്ചിട്ടുണ്ട്. ചുമ്മാ ഞാനത് മിസ്സായി പോയതാ. ഞാൻ ഈ കഴിഞ്ഞൊരു 50 ദിവസമായിട്ട് ഞാൻ ഫോൺ വിളിക്കാൻ എടുക്കാറില്ല. 50 ദിവസമായിട്ട് ഞാൻ വിളിക്കാത്ത നന്നായി, അല്ലെങ്കിൽ ഞാൻ ഇത് തന്നെ പറയണ്ട. അത് മാറിയ തോട്ട് അല്ല, വേറെ ഒന്നല്ല. എൻ്റെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പടം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ രാവിലെ 6 മണി തുടങ്ങി 9:30 അതിന് ശേഷം വരെ ഞാൻ ആക്റ്റീവായിട്ട് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ടോട്ടലി ഫോണൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിൽ കുറച്ച് പണിയെടുത്തു. അതുകൊണ്ട് കുറച്ച് ഡിറ്റാച്ച്ഡ് ആയതാണ്. പക്ഷെ ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കോള് എടുക്കലൊക്കെ. അത് ഏത് പടമായിരുന്നു? മെഡിക്കൽ മിറാക്കിൾ എന്ന് പറഞ്ഞൊരു പടം, ലീഡ് ചെയ്യുന്ന ഒരു പടമാണ്. ഷൂട്ട് തീർന്നോ? ഇല്ലല്ലോ, തീർന്നല്ലോ അല്ലേ?
വലിയൊരു പ്രതീക്ഷ നൽകുന്ന, ഇതുപോലെ തന്നെ പ്രതീക്ഷ നൽകുന്ന സിനിമയാണല്ലോ ഈ അതിഥി. ഇവരൊക്കെ ആയിട്ട് ഒരുമിച്ച് ഇപ്പോഴല്ല അഭിനയിക്കുന്നത്, അഭിനയിച്ചിട്ടില്ലേ? അല്ല ഇപ്പോഴാ കാണുന്നതല്ലേ, അഭിനയിച്ചിട്ടില്ലോ അതാണല്ലോ ഈ സിനിമയിൽ ഇവരായിട്ട് ഇപ്പോഴും അഭിനയിച്ചിട്ടില്ല. കോമ്പിനേഷൻ ഇല്ല. ഈ പ്രൊമോഷൻ വന്നപ്പോഴാണ് കാണുന്നു. അല്ല ഞങ്ങളൊരു ദിവസം മീറ്റ് ചെയ്തു. ഞങ്ങളും ഒരു പ്രാവശ്യം ഒരു ഫോട്ടോഷൂട്ട് നമ്മുടെ തന്നെ പടത്തിന്റെ ഇതിന്റെ ഫോട്ടോഷൂട്ടിന് കണ്ടിട്ടുണ്ട്. ലിജോ എനിക്ക് ഓർമ്മയുള്ളത് ഈ പറഞ്ഞ പോലെ അത് ഡയറക്ടറെ പറ്റി പറയണം. ഞാൻ ഷൂട്ടിന്റെ തലേ ദിവസം വെറുതെ ഷൂട്ട് കാണാൻ പോയത്. അപ്പം ഈ ടെക്നീഷ്യൻസിന് നല്ല ചൂടാവുന്ന ഒരു ഡയറക്ടറെ ഞാൻ കാണുന്നത്. നെക്സ്റ്റ് ഡേ എനിക്ക് ഷൂട്ടും ഉണ്ട്. അപ്പം എനിക്കിത് കണ്ടിട്ട് ഞാൻ പേടിച്ചിങ്ങനെ നിൽക്കും. അപ്പം പെട്ടെന്ന് കണ്ടറിഞ്ഞ് ലിജോ അറ്റത്തുനിന്ന് ഓടി വന്നിട്ട് പറഞ്ഞു പേടിക്കണ്ട, നമ്മളോടൊന്നും പറയില്ല. എന്നോട് സംസാരിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ കണ്ടു. കാരണം അരുൺ ചേട്ടൻ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് ഏതായാലും നമ്മൾ കുറെ ദിവസമായിട്ട് ഷൂട്ട് വെക്കുന്നിരിക്കുന്നുണ്ട്. ചൂടാവും. അപ്പൊ അവിടെ പക്ഷെ നമ്മളോട് ഭയങ്കര കൂളാണ്. അതെനിക്ക് പിന്നെ മനസ്സിലായി ഷൂട്ടിന് വന്നപ്പോ. അപ്പൊ ഫസ്റ്റ് ലിജോ എന്ന് പറഞ്ഞാൽ പേടിക്കണ്ട, ആള് ഭയങ്കര കൂളാണ്, നമ്മുടെ അടുത്ത് ഒന്നും ചൂടാവില്ല. അതിട്ട് പേടിച്ചത് മനസ്സിലായി. പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒന്ന് വെറുതെ ഷൂട്ട് കാണാൻ പോയതാ, നാളെ ആണല്ലോ ഷൂട്ട്. വൻ ചീത്ത വിളിക്കണം. അതല്ല അത്ര ഹെക്റ്റിക് ആയിരുന്നു. ഞാൻ ചുമ്മാ ഞാൻ കാണാൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ചെന്നതാ. പക്ഷെ അത് ഹെക്റ്റിക് ഷൂട്ടായിരുന്നു. ആളെ കുറ്റം പറയാൻ പറ്റില്ല, അത്രയും ഹെക്റ്റിക് ആയിരുന്നു. അത് ട്രിവാൻഡ്രത്തെ റെയിൽവേ സ്റ്റേഷൻ. തിരിച്ചു അവിടെ ഇല്ലായിരുന്നു കേട്ടല്ലോ, തിരിച്ചു അത് റെയിൽവേ സ്റ്റേഷനിൽ ഇല്ല. പക്ഷെ എന്റെ അടുത്ത് ഭയങ്കര കൂളായിരുന്നു. അത് ഫസ്റ്റ് ഒരു ഇത് ഇൻട്രോ വന്നത് ലിജോ ആണ്. അപ്പൊ അന്ന് കണ്ടിട്ടുണ്ടല്ലോ, അത് ഒരുമിച്ച് അഭിനയിക്കാൻ എനിക്ക് നല്ലൊരു ഇൻട്രോ ആയിട്ട് തന്നു ഡയറക്ടർ. പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നു. പക്ഷെ ഇതൊക്കെ എന്റെ എഡിമാരോട് ചോദിച്ചാൽ കഥ അറിയും. ഇവരോടുള്ള ദേഷ്യമൊക്കെ ആയിരിക്കും തീർത്തോണ്ടിരുന്നത്. അയ്യോ അങ്ങനെയല്ല, ഞാൻ എഡിമാരോട് ചോദിക്കാം, നിങ്ങളെ മാത്രം വഴക്ക് കൊണ്ട് എന്തായിരുന്നു അത് അവര് ചെയ്ത സംഗീതം ചെയ്ത് ചില സാധനങ്ങൾ ശരിയായില്ല, അതുകൊണ്ട് നമ്മൾ ചീത്ത വിളിച്ചു. ഉദാഹരണം പറഞ്ഞോ. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഞങ്ങളുടെ അടുത്ത് വന്ന് കമ്മ്യൂണിക്കേറ്റ് തീർച്ചയായും. പാവമാണ് നീ, ആരും അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. അതാ എന്ത് ചെയ്യാനാ, ചീത്ത പേരാ. പാർട്ടിയുടെ അന്നത്തെയൊക്കെ ഓരോരുത്തരുടെ പ്രസംഗം തകർന്നു. അത് ഗരുഡൻ സിനിമയുടെ മേക്കപ്പ് പാർട്ടിയിൽ ഞാൻ പങ്കെടുത്ത അന്നും ആ പ്രസംഗം കേട്ട് നമ്മൾ നെട്ടിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെയായിരുന്നു ഇവിടെ അല്ലേ. നല്ല നല്ല അഭിപ്രായം എനിക്ക് സർപ്രൈസ്. എനിക്കറിയാവുന്ന ഒരു പാവമായിരുന്നല്ലോ. ആടാ ഞാൻ പാവാ. പക്ഷെ ഈ സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഗരുഡന് ശേഷം അന്ന് തന്നെ അനൗൺസ് ചെയ്യുന്നു, നമ്മൾ ആ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുമ്പോൾ തന്നെ പുതിയ സിനിമ അനൗൺസ് ചെയ്യുന്നു. ഒത്തിരി നാൾ യാത്ര ചെയ്ത സിനിമയാണ്. അതിൽ പല പ്രതിസന്ധി വന്നപ്പോഴും എനിക്കറിയാം, ഞാൻ ഫോണിൽ വിളിക്കാം, പല പ്രതിസന്ധി വന്നപ്പോഴും വളരെ ധൈര്യത്തോട് മുന്നോട്ട് വരാൻ ആളാണ്. ഈ സിനിമ അത്രയും ജീവനായിട്ട് കൊണ്ടുവരുന്നതാണ്. ആ സിനിമ ജീവൻ വെക്കുകയാണ്. മറ്റന്നാൾ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ പ്രേക്ഷകരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അല്ലേ. ആ സ്വപ്നമാണ് എന്നുള്ള കാര്യത്തിൽ അതിന് ഞാൻ ഒത്തിരി ഇടപെട്ടാണ് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു സിനിമയാണ്, പലതും സംഭവിക്കും. സിനിമ ചട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുന്നതിൽ അതൊരു സിനിമയുടെ ഭാഗം. അതെല്ലാം മറന്ന് ഗംഭീരമായിട്ട് ഷൂട്ട് നടന്ന സിനിമയാണ്. പക്ഷേ മനസ്സിൽ ആർക്കും ഒന്നുമില്ല. പക്ഷെ ഒരു സിനിമയാണ്, കലയാണ് സിനിമ, കലയാണ് ലഹരി എന്ന് പറഞ്ഞ പോലെ സിനിമയാണ് നമ്മുടെയൊക്കെ ലഹരി എന്ന നിലയിലേക്ക് എല്ലാവരും ഒരുമിച്ച് പോകുന്നു. ആ സിനിമ റിലീസാകുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും. പക്ഷെ കുട്ടികളെ, ചെറിയ കൈക്കുഞ്ഞുങ്ങളെ എടുക്കാൻ പഠിച്ച 2 പേര്, ആ ചെറിയ കുട്ടി എന്ന് പറയുമ്പോൾ 4 ദിവസം പ്രായമുള്ള കൊച്ചിൻ്റെ തലയൊക്കെ ഇങ്ങനെ ഒന്ന് മാറിയാൽ പോവും. തലോടി കൊടുക്കണം അല്ലേ, എന്തൊക്കെ പരിപാടി, അതൊക്കെ പഠിച്ചോ നിങ്ങൾ? അല്ലേ. നമുക്ക് ആ ബേബി ഗേളിലൊന്ന് കൊണ്ടുവരായിരുന്നു. തീർച്ചയായും കൊണ്ടുവരായിരുന്നു. വേണമെങ്കിൽ ബേബി ഗേൾ ഒന്ന് ആരെടുത്ത് എനിക്കറിയാൻ പറ്റില്ല. ഓൾറെഡി കഴിഞ്ഞ 2 സ്ഥലങ്ങളിൽ വന്നാണ് ബേബികൾ. ഞാൻ എടുത്തത് എൻ്റെ കൂടെ ഇവിടെ വന്നിരുന്നിട്ട് പോയാ, മനസ്സിലായോ? ഒരു വെറൈറ്റി കിട്ടുന്നു. എനിക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാണ്. ഇപ്പൊ എല്ലാവരും റിഹേഴ്സലായില്ലേ? അവനായി, അവന് 2-3 പ്രാവശ്യമായി. എനിക്ക് തുടക്കമാണ് ഭയങ്കര കൗണ്ടർ തന്നെ കേട്ടോ. ഈ അഖിലിന്റെ ഒരു ആയിട്ട് പറയാതിരിക്കാൻ പറ്റില്ല ഈ സിനിമയ്ക്ക് വേണ്ടി.
പ്ലാനിങ് പ്ലാനിങ് ഗരുഡൻ സിനിമ തൊട്ടുള്ള പ്ലാനിങ് ആണ്. ടൈമിങ് വരെ ഒപ്പിച്ചവൻ അവിടെ നിന്ന് വന്നെങ്കിൽ എവിടെ നമ്മുടെ കോല് ചായ ഈ സാധനം കണ്ണി കുത്തില്ലേ? എന്റെ കയ്യിൽ തന്നെ നീ കൊണ്ടുവന്ന് എന്താ ഇത്? രുദ്രാക്ഷ് ഹലോ ഇതാണ് അതെ ഹലോ. അതെ ഇപ്പോഴും എടുക്കാറില്ലേ? അല്ലേ ഇപ്പൊ എങ്ങനെ വേണമെങ്കിരിക്കുമല്ലോ. ഞാൻ കൊറേ കാലമായി കണ്ടിട്ട്, കൊറേ നാളായി കണ്ടിട്ട്. അതിന്റെ പ്രശ്നമാണോ? ഷൂട്ട് ചെയ്തിട്ടില്ലേ? ഷൂട്ട് കണ്ടിട്ടില്ല ഇവന്. അല്ല ഇതായിരുന്നു 4 ദിവസം അല്ലെ 4 ദിവസം ജനിച്ച് 4-ാം ദിവസം നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ട തന്നത് അല്ലേ? അതെ അതെ അതെ. വളരെ കോഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. അതെ അതെ. ഈ രണ്ടുപേരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. അതെ 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 അതെ. ഈ നമുക്ക് ഈ സിനിമ കണ്ടു കഴിയുമ്പം ഹോസ്പിറ്റലിലെ ഒരു കഥയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ സിനിമ കണ്ടു കഴിയുമ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വല്ല അനുഭവങ്ങളും ഇതിനകത്തുണ്ടാകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും. കാരണം സഞ്ജുവേട്ടൻ എഴുതുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് കാണുന്ന സാധനങ്ങളും പരിപാടികളിൽ നിന്നൊക്കെയാണല്ലോ പുള്ളി കോൺസെപ്റ്റും ഇതിടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിയൽ ലൈഫ് ഇൻസ്പിറേഷനിൽ വെച്ചിട്ട് തന്നെ ഒരു 2 ന്യൂസ് സ്റ്റോറി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സിനിമ പുള്ളി കൺസീവ് ചെയ്തത്. പിന്നെ ഇതിൽ ആക്ടേഴ്സ് ആയാലും അതിൻ്റെ ഓരോ ക്യാരക്ടേഴ്സ് ആയാലും അവർ പുള്ളി എഴുതിയിരിക്കുന്ന ഒരു വളരെ ക്ലീൻ സ്ലേറ്റ് അല്ലാതെ ഗ്രേ ഷെയ്ഡ്സ് ഉള്ള എല്ലാ ആക്ടേഴ്സും ഗ്രേ ഷെയ്ഡ്സ് ഉള്ള ആക്ടേഴ്സാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഒരു സാധാരണക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റാവുന്ന, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരു, മലയാളികൾക്ക് മനസ്സിലാവുന്ന, മലയാളിക്ക് എത്തിച്ചേരുന്ന ഒരു സിനിമയായിരിക്കും. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ത്രില്ലർ ആണെങ്കിലും ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ആവുന്ന ഒരു ത്രില്ലറായിട്ടാണ് പുള്ളി കൺസീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കണ്ടു കഴിയുമ്പോൾ മനസ്സ് നിറയുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഫീൽ ചെയ്യും ലാസ്റ്റ് ഓഡിയൻസ്. ഉറപ്പായിട്ടും. അതൊരു കുട്ടി കരയുകയാണെങ്കിൽ ഒരു പാട്ടൊക്കെ പാടി കൊടുക്കുക, അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു കുട്ടിയെ അങ്ങനെയൊക്കെ ഇന്നത്തെ കോൾ ഷീറ്റ് ഇല്ല. പാടിയിട്ടൊക്കെ ഉണ്ട് സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ഏത് പാട്ട് പാടി കൊടുത്ത? ഒരു താരാട്ട് പാട്ട്. ഒന്ന് താരാട്ട് പാട്ട് പാടിക്കും. അല്ല ഒരു താരാട്ട് പാട്ടോ. എന്നിട്ട് വേണം അവൻ കുട്ടിക്ക് പാടിക്കൊടുത്തതാ. കുട്ടിയുടെ ചെവി പാടിയാൽ മതി. നമ്മൾ മൈക്ക് കുത്തിയിട്ടുള്ള ഒരു താരാട്ട് പാട്ട് ആരെങ്കിലും പാടും? ഒരു കുട്ടി സംഗീതം ഒരു താരാട്ട് പാട്ട് പാടി. അല്ല അതിഥി പാട്ട് പാടാൻ അറിഞ്ഞുകൊണ്ട് ഓടിയതാ. ഞാൻ എടുക്കാലോ. അതെ വേണ്ടോ എന്റെ കണ്ണാടി വെച്ചോ. ഞാൻ താരാട്ട് പാട്ട് കൊടുക്കണം. ഇതെവിടെ വിളിച്ചേ? ഇതാരാ? അയ്യോ എന്നെ കണ്ട ഭയങ്കര കരച്ചിലായോ? സമ്മതിക്കില്ല. അവനിന്ന് കോൾ ഷീറ്റ് ഇല്ല. അത് നോക്ക്. ഇതാണ് കേട്ടോ. ഇതാണ് അഖിൽ. നമ്മള് തുടക്കത്തിൽ പറഞ്ഞു അതിനുവേണ്ടി വിളിച്ചു. പ്ലാനർ. ഇതാണ് പ്ലാനർ. പടം തുടങ്ങുന്നത് പ്ലാനർ. എന്ത് അഖിലെ ഒരു കാര്യം പറയാം കേട്ടോ. സിനിമ ഉണ്ടാകാനുള്ള കാരണം അഖിലാണ്. അല്ലെങ്കിൽ ഞങ്ങൾ അതാ തുടക്കത്തിൽ പറഞ്ഞു. അഖിൽ കേട്ടോന്ന് പറയല്ല, അല്ലെങ്കിൽ സിനിമ കേട്ട് അവൻ ഓടിപ്പോയി. അവൻ കേട്ടിട്ട് പുറത്ത് ഓടിപ്പോയി. ഈ കൂടുതൽ കഥ പറയാമോ? അങ്ങനെയാണല്ലേ. പക്ഷെ ഈ പറഞ്ഞ പോലെ നല്ലൊരു സിനിമയുടെ ഭാഗമായ ഈ പ്രായത്തിൽ ഈ കുട്ടിക്ക് നടന്നെങ്കിൽ അഖിലിന്റെ ഒരു കഴിവും അഖിലിന്റെ ഒരു പ്രയത്നവുമാണ്. ഇനി അഖിലിന് ധൈര്യമായിട്ട് കുട്ടികളുടെ സിനിമ എടുക്കാൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. അത് തന്നെ. അപ്പൊ അങ്ങനെ നടക്കട്ടെ അല്ലേ? ആയിക്കോട്ടെ. ആകോട് അങ്ങനെ. അപ്പം പറഞ്ഞ പോലെ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. നമ്മുടെ എല്ലാ ആഗ്രഹം സിനിമകൾ, നല്ല സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 2026 ഹിറ്റടിക്കുന്ന ഒരു സിനിമയിൽ നിവിൻ ഹിറ്റടിച്ച് നിൽക്കുന്ന സമയം. അതിനുശേഷം സർവ്വമായത്തിന് ശേഷം ബേബി ഗേൾ അതിലും സൂപ്പർ ഹിറ്റ് ആകട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു തീർത്താം. ഇവരൊരാരോടും വഴക്കില്ലാതെ അത് നിങ്ങൾ എപ്പോഴാണ് ധൈര്യമായിപ്പ് ചെയ്തോ എന്ന് പറയുമ്പോൾ ലിസ്റ്റിനെ അങ്ങനെ സമയം നീണ്ടിട്ടുണ്ടെങ്കിൽ അവനോട് മാപ്പ് കൊടുത്തേക്ക്. ലിസ്റ്റിന് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ലിസ്റ്റിന്റെ അടുത്ത്, പ്രൊഡ്യൂസറിന്റെ അടുത്ത് അല്ല സംഗീതേട്ടൻ പറഞ്ഞില്ലേ ഇന്ന് ചെയ്തില്ല നാളെ ചെയ്താലും കുഴപ്പമില്ലാതെ. അങ്ങനെ പക്ഷെ ടൈം അതാണ്. എഗെയിൻ ബാക്കിയുള്ള പ്രോസസ്സിൽ ആ സ്പീഡ് കൂടുതലായിരുന്നു അവരുടെ. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടാൽ തോന്നില്ല ഇത് 45 ദിവസത്തിൽ തീർന്ന പടം. എന്നിട്ട് 80-100 ദിവസം ഷൂട്ട് ചെയ്യേണ്ട എഫേർട്ട് ഉണ്ട്. എന്നിട്ട് 45 ദിവസത്തിൽ തീർന്നു. ഇടയ്ക്ക് ബ്രേക്ക് വന്നിട്ടും പ്രശ്നങ്ങളുണ്ടായിട്ട് 45 ദിവസത്തിൽ തീർക്കണമെങ്കിൽ ഡയറക്ടറെ നിങ്ങൾ സമ്മതിച്ചു. കുട്ടിയാണ്. അടുത്ത സിനിമ തുടങ്ങുമ്പോൾ ഇതുപോലത്തെ ആളുകളെ വിളിച്ച് നിങ്ങൾ തീർച്ചയായും അവരുടെ കഴിവ് കൊണ്ടാണ് അതങ്ങനെ. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരുടെയും
എഫേർട്ടും പ്രയത്നം കൊണ്ട് മാത്രമാണ്. നമ്മുടെ യാത്രയിൽ നമ്മളോടൊപ്പം നിൽക്കുന്നവരെ വെച്ച് സിനിമകൾ ചെയ്യുക. അങ്ങനെയുള്ള സിനിമകൾ വിജയിക്കും. ആ വിജയത്തിന്റെ കൂടെ ഇവരും ആവുക. തീർച്ചയായും നമുക്ക് കാണാം. തീർച്ചയായും കാണാം. സിനിമ കണ്ട് നല്ല അഭിപ്രായം കാണണം. താങ്ക് യു. താങ്ക് യു.